മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എന്താല്ലേ. അപ്പോൾ നമ്മൾ കർണാടകയിൽ നിന്ന് നമ്മളിതാ ഊട്ടിയിലേക്ക് പറന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് മസനഗുഡി വഴി തന്നെയാണ് നമ്മൾ പോണത്. സംഭവം നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനു മുന്നേ ഞാൻ ഊട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൂടി, പക്ഷേ ഞങ്ങൾ മസനഗുഡി വഴിയല്ല പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് രണ്ട് സൈഡിലും കാടായത് കൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. നമുക്കത് കണ്ട് കണ്ണിന് കണ്ട് തീരില്ല, അത്രക്കധികം എന്താ പറയുക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പോണ വഴിയിലൊക്കെ ഒരുപാട് ഞങ്ങൾ മൃഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു 6 മണി 7 മണിയൊക്കെ ആയി ഞങ്ങൾ ഊട്ടിയിലേക്ക് എത്തുമ്പോൾ കേട്ടോ. അപ്പോൾ യാത്രകൾ തുടങ്ങുന്നത് പിറ്റേ ദിവസമാണ്. ഒറ്റ ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ പൈമരങ്ങളുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ. സംഭവം നല്ല ഭംഗിയാണ്. നമ്മുടെ ദൂരെ കിഴക്കുദിക്കും മാണിക്കച്ചമ്പഴുക്ക ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ. സംഭവം നമുക്ക് കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അതിന് മുന്നേ പോയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ ചില മൊബൈലൊന്നും അധികം ഇതുപോലെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ക്യാമറയിൽ നമ്മൾ ഫോട്ടോസാണ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലൊക്കേഷൻ പോയിൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. ലൊക്കേഷൻ പോയിൻറ്റിൽ പോകുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് മഴ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ തോതിൽ ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോഴേക്കും മഴ, നല്ല ശക്തിയായ മഴ. ഞങ്ങളൊരു 1.5-2 മണിക്കൂറോളം ഞങ്ങൾ ഏകദേശം അവിടെ നിന്നു. മഴ കുറയുമെന്ന് വിചാരിച്ചിട്ട് മഴ കുറഞ്ഞതേയില്ല. നല്ല അടിപൊളി മഴ. കണ്ട മേഘങ്ങളൊക്കെ ഇങ്ങനെ കറുത്തിരുണ്ട് വന്ന് തുടങ്ങി. അങ്ങനെ നല്ല മഴ പെയ്തു. ലൊക്കേഷൻ പോയിട്ട് മഴ പെയ്ത് ഞങ്ങൾ കുറച്ചും കൂടി താഴത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് എന്താ പറയുക, ഒരു മലയുണ്ട്. ആ മലയുടെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ടോപ്പിൽ ഒന്ന് കയറാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് ഞങ്ങൾ ഊട്ടിയോട് യാത്ര ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ മടങ്ങി. ഇപ്പം ഇനിയും കാണാം ഇൻഷാ അല്ലാ എന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഊട്ടി വിടുകയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി ഇനിയും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷൈബി സുൽത്താൻ. താങ്ക് യു.